दिव्रान्दस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। वन्देऽहं श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश श्रीरूपं साग्रजातं सगगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगगणललिता श्रीविशाखानिधांसि। हे कृष्णा करुणा सिंधु दीनबंधो जगल्पदे गोपेश गोपिका कांता राधा कांत नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुदे देवी प्रणमामि हरिप्रिये। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदांत स्वामिनिधि नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण। श्रीमद् भागवतम तृतीय स्कंदം അധ്യായം 1 ശ്ലോകം അധ്യായം 8 ശ്ലോകം 31. നിവീതമാംനായ മധുവ്രതശ്രിയാ സ്വകീർത്തിമയ്യം വനമാലയാ ഹരി സുരേന്ദുവായാജ്ഞ ഗമം ധൃതാമഭി പരിക്രമത്രാദ നികൈർദുരാസദം. നിവീതമാംനായ മധുവ്രതശ്രിയം സ്വകീർത്തിമയ്യാ വനമാലയാ ഹരി സുരേന്ദുവായാജ്ഞ ഗമം ധൃതാമഭി പരിക്രമത്രാദ നികൈർദുരാസദം. നിവീതമാംനായ മധുവ്രതശ്രിയാ സുകീർത്തിമയ്യാ വനമാലയാ ഹരി സുരേന്ദുവായാജ്ഞ ഗമം ധൃതാമഭി പരിക്രമത്രാദ നികൈർദുരാസദം. നിവീതം അങ്ങനെ അടക്കം ചെയ്യപ്പെട്ട് ആംനായ വൈദിക വിജ്ഞാനം മധുവ്രതശ്രിയ സൗന്ദര്യത്തിലെ മധുരനാഥം സകീർത്തിമയ്യ ഭഗവാൻ അദ്ദേഹത്തിന്റെ സ്വന്തം മഹത്വങ്ങളാൽ വനമാലയ പുഷ്പഹാരം ഹരി ഭഗവാനായി സൂര്യൻ ഇന്ദു ചന്ദ്രൻ വായു അഗ്നി അഗമം സമീപിക്കാൻ കഴിയാത്തത് ത്രൈദാമഭി 3 ഗ്രഹ സംവിധാനങ്ങളാൽ പരിക്രമ പ്രദക്ഷിണം വയ്ക്കുക പ്രാഥനികൈ യുദ്ധത്തിന് വേണ്ടി ദുരാസദം എത്തിച്ചേരാൻ വളരെ പ്രയാസമുള്ള വിവർത്തനം ഹരി അഥവാ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണെന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ മാറിലെ പുഷ്പമാല്യം അതിമനോഹരമാണെന്നും അത് മധുരഗാനങ്ങളാൽ അദ്ദേഹത്തെ വൈദിക വിവേകത്തോട് മഹത്വപ്പെടുത്തുകയാണെന്നും ബ്രഹ്മദേവൻ കണ്ടറിഞ്ഞു. സുദർശന ചക്രത്താൽ യുദ്ധസജ്ജനായി സംരക്ഷിക്കപ്പെട്ടിരുന്ന അദ്ദേഹത്തെ ചന്ദ്രന്മാർക്കോ വായു അഗ്നി തുടങ്ങിയവർക്ക് പോലുമോ ആക്രമിക്കാൻ കഴിയുമായിരുന്നില്ല. ശ്ലോകം 32. തർഹ്യേവതന്നാപി സരോജം ആത്മാനമംഭാശ്വസനം വിയച്ഛ ദദർശദേവോ ജഗതോ വിദാത
നാഥ പരം ലോക വിസർഗദൃഷ്ടി തർഹേവ തന്നാവി സരസരോജം ആത്മാനമംഭ ശ്വസനം വിയച്ച ദദർശ ദേവോ ജഗതോ വിദാത നാഥ പരം ലോക വിസർഗദൃഷ്ടി തർഹേവ തന്നാവി സരസരോജം ആത്മാനമംഭ ശ്വസനം വിയച്ച ദദർശ ദേവോ ജഗതോ വിദാത നാഥ പരം ലോക വിസർഗദൃഷ്ടി തർഹി അതുകൊണ്ട് ഏവ തീർച്ചയായും തദ്ദേഹത്തിന്റെ നാഭി പൊക്കിൽ തടം സരഹ തടാകം സരോജം താമരപ്പൂവ് ആത്മാനം ബ്രഹ്മാവ് അംഭ നശീകരണ ജലം ശ്വസനം വരണ്ട വായു വിയത്ത് ആകാശം ശ അതിനു പുറമെ ദദർശ നോക്കുക ദേവഹ ദേവൻ ജഗത ലോകത്തിന്റെ വിധാത പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ന അല്ല അധപരം മുകളിൽ ലോകവിസർഗ ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ദൃഷ്ടിഹി തിരനോട്ടം വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാനെ അങ്ങനെ ദർശിച്ച ഭൗതിക ലോകത്തിന്റെ സൃഷ്ടാവായ ബ്രഹ്മദേവൻ സൃഷ്ടിക്കു മീതെയും ദൃഷ്ടികൾ അയച്ചു. ഭഗവാന്റെ നാഭീതടത്തിലെ തടാകവും സരോജവും അതുപോലെ തന്നെ നശീകരണ ജലവും വരണ്ട വായുവും ആകാശവും എല്ലാം അദ്ദേഹത്തിന് ദൃശ്യമായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി ഇന്ന് കണ്ടന്റ് പറയുന്നത് ദൗത്യം എന്റേതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായത്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് മനസ്സിലായത് ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. അതായത് മൈത്രേയ മുനി വിതുരരോട് പറയുകയാണ് ബ്രഹ്മദേവൻ എങ്ങനെയാണ് ഭഗവാനെ കണ്ടതെന്ന് 24ാമത്തെ ശ്ലോകം മുതലാണ് ഇതിനകത്ത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഭഗവാനെ എങ്ങനെയാണ് ബ്രഹ്മദേവൻ കണ്ടത്? ഭഗവാന്റെ ശരീരകാന്തി എന്ന് പറയുന്നത് പവിഴങ്ങളാൽ നിർമ്മിതമായ ഒരു പർവ്വതം എങ്ങനെയാണോ തിളങ്ങുന്നത് അതുപോലെയാണെന്ന് മുൻപുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ ശരീരകാന്തി സായം സന്ധ്യ സമയത്തുള്ള ആകാശം പോലെയും ആകാശം പോലും നാണിച്ചു പോകുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സുന്ദരമായ പീതാംബരം. കിരീടത്തിൽ ഉണ്ടായിരുന്ന അമൂല്യമണികളെല്ലാം ഒരു സ്വർണ പർവ്വതത്തെ പോലും നാണിപ്പിക്കുന്ന അത്രയും സുന്ദരമായിരുന്നു. അദ്ദേഹത്തിന്റെ കൈകളിൽ അദ്ദേഹം ധരിച്ചിരുന്ന ഭൂഷണങ്ങൾ, അദ്ദേഹത്തിന്റെ തുളസിമാല, അദ്ദേഹം ധരിച്ചിരുന്ന മാല്യങ്ങൾ, ഇവയെല്ലാം തന്നെ ധാരാളം സസ്യങ്ങൾ ഇടതിങ്ങി വളർന്ന സുന്ദരമായ ഒരു വെള്ളച്ചാട്ടം ഉള്ള ഒരു പർവ്വതത്തെ പോലെ സുന്ദരമായിരുന്നു. അതിനെ പോലെയാണ് തോന്നിച്ചത്. അതിനേക്കാളും സുന്ദരമായിരുന്നു. അങ്ങനെ ഭഗവാൻ ജ്വലിച്ചു നിൽക്കുന്നു. ഭഗവാന്റെ സുന്ദരമായ ശരീരം അങ്ങനെ കാണുമാറായി ബ്രഹ്മദേവന് കാണുമാറായിരുന്നു. മൈത്രേയ മുനി വിതുരനോട് പറയുന്നു, ഭഗവാന്റെ സുന്ദരമായ ബ്രഹ്മാവ് സുന്ദരമായ ശരീരം കാണുമാറായി. ഭഗവാന്റെ സുന്ദരമായ ശരീരം 3 ലോകങ്ങളെയും ഈ 3 ഗ്രഹങ്ങളെയും 3 ലോകങ്ങളെയും ധരിക്കുന്ന അത്രയും വലിയ ബൃഹത്തായ ഒരു രൂപമായാണ് ബ്രഹ്മാവിനെ ദർശിക്കാൻ കഴിഞ്ഞത്. 3 ലോകങ്ങളെക്കാളും വലുതായ ഒരു ബൃഹത്തായ ഒരു രൂപം പോലെയാണ് ഭഗവാനെ ദർശിക്കാൻ ബ്രഹ്മദേവന് കഴിഞ്ഞത്. അതേപോലെ തന്നെ ഭഗവാൻ വളരെ കാരുണ്യത്തോടുകൂടി എല്ലാ തരത്തിലും ഫലങ്ങൾ നൽകുന്ന ജ്ഞാനവും കർമ്മവും കലരാത്ത പരിശുദ്ധ ഭക്തി വരെയുള്ള എല്ലാം നൽകുന്ന തൻ്റെ പാദപത്മങ്ങൾ എല്ലാം ബ്രഹ്മദേവനെ കാണിച്ചു. പാദപത്മങ്ങളിലെ ഒരു പാദം ബ്രഹ്മാവിന് ദർശിക്കാൻ കഴിഞ്ഞു. അനുവാദം ലഭിച്ചു ഭഗവാന്റെ, അത് ദർശിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഭഗവാന്റെ പാദത്തിലെ കാൽവിരലുകളും നഖങ്ങളും എല്ലാം ഒരു പുഷ്പത്തിന്റെ ഇതളുകൾ പോലെ സുന്ദരമായിരുന്നു എന്നും മുൻപുള്ള ശ്ലോകങ്ങളിലെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. അങ്ങനെ ഭഗവാന്റെ പാദം ബ്രഹ്മാവിനെ ദർശിക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ ഭഗവാൻ കാരുണ്യത്തോടെ പ്രീതിയോടെ ബ്രഹ്മാവിനെ നോക്കി ഇവിടെ കണ്ട ഭഗവാന്റെ
ഭഗവാനെ ഒരു ചന്ദന മരത്തോട് ഉപമിക്കാം. ചന്ദനമരം എങ്ങനെയാണോ മറ്റുള്ള മരങ്ങളെക്കാളും ശ്രേഷ്ഠമായത്, അതേപോലെ പാമ്പുകളെ കൂടുതൽ ആകർഷിക്കാൻ ചന്ദനമരത്തിന് കഴിവുണ്ട്. അതുപോലെ അതുപോലെ ഭഗവാൻ സർപ്പരാജനായ അനന്തന്റെ മുകളിൽ ഭഗവാൻ ഇങ്ങനെ ശയിക്കുന്നു. അത് നമുക്ക് ഒരു ചന്ദനമരത്തോടെ നമുക്ക് ഭഗവാനെ അതിനോട് ഉപമിക്കാം എന്ന് നമ്മൾ മുൻപുള്ള ശ്ലോകങ്ങളിൽ പഠിച്ചു. അനന്തന്റെ മുകളിൽ ഭഗവാൻ ശയിക്കുന്നത് നമ്മൾ 29ാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ പഠിച്ചത്. 1000 ശിഖരങ്ങളുള്ള 1000 ശൃംഗങ്ങളുള്ള ഒരു പർവ്വതം പോലെയാണ് അനന്തനാഗത്തിന്റെ ഫണങ്ങളിലെ അനന്തനാഗത്തിന്റെ ഫണങ്ങളിലെ ആയിരക്കണക്കിന് സുവർണ കിരീടങ്ങൾ ഭഗവാനും അങ്ങനെ കാണപ്പെട്ടു. ആയിരക്കണക്കിനുള്ള ഫണങ്ങൾ ഇങ്ങനെ വിടർന്നു നിൽക്കുമ്പോൾ ഭഗവാനെ അങ്ങനെ ഒരു ആയിരക്കണക്കിന് സുവർണ കിരീടങ്ങൾ ധരിച്ച് കാണപ്പെട്ടു പോലെ തോന്നി. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ പർവ്വതങ്ങൾ സമുദ്രത്തിനടിയിലേക്ക് പോകുന്നത് കാണാം. ഉദാഹരണത്തിന് രാമായണത്തിലെ മൈനാക പർവ്വതം അങ്ങനെ കടലിനടിയിൽ പോയ ഒരു പർവ്വതമാണ്. അതേപോലെ നമുക്കത് ഉദാഹരണത്തിന് അത് പറയാം, ഇവിടെ ഉദ്ദേശിക്കാം. അങ്ങനെ ഈ സമയാസമയങ്ങളിൽ പ്രളയജലം വരുമ്പോൾ പ്രളയജലത്തിനടിയിലേക്ക് എന്താണ് ഭഗവാൻ ഇങ്ങനെ അടിയിലേക്ക് വസിക്കുന്നതായി നമുക്ക് കാണാം. അപ്പം നമുക്കൊരു പർവ്വതത്തിനോടും കടലിനടിയിലേക്ക് പോകുന്ന ഒരു പർവ്വതത്തിനോട് ഉപമിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ മൈത്രേയ മുനി പറയുന്നത് ശ്രീഹരി എന്നാണ്. ഭഗവാനെ എല്ലാം ഹരിക്കുന്നവൻ, എല്ലാ പാപങ്ങളെയും ഹരിക്കുന്നവൻ എന്നുള്ള ശ്രീഹരി എന്നുള്ള അർത്ഥത്തിലാണ് മൈത്രേയ മുനി ഈ ശ്ലോകത്തില് ഭഗവാനെ ബ്രഹ്മദേവൻ കണ്ടതായി പറയുന്നത്. മൈത്രേയ മുനി ഭഗവാനെ ഇപ്രകാരം ഇങ്ങനെ ബ്രഹ്മദേവൻ കണ്ടപ്പോൾ ശ്രീഹരി എന്നാണ് ബ്രഹ്മദേവന് മനസ്സിലായത്. ഇത് ശ്രീഹരിയാണ് എന്ന് മനസ്സിലായി. മറ്റുള്ള ദേവന്മാർ പോലും, അതായത് അഗ്നിദേവനോ മറ്റുള്ള ദേവന്മാരായ സൂര്യദേവനോ ചന്ദ്രനോ ഒന്നും സമീപിക്കാൻ പറ്റാത്ത, അടുത്തേക്ക് പോലും എത്താൻ കഴിയാത്ത ആളാണെന്ന് എന്ന് ബ്രഹ്മദേവന് മനസ്സിലാകുന്നു. പിന്നീട് ബ്രഹ്മദേവൻ അങ്ങനെ ബ്രഹ്മദേവൻ തന്റെ കർത്തവ്യത്തെക്കുറിച്ച്, സേവയെക്കുറിച്ച് 32ാമത്തെ ശ്ലോകത്തിൽ ചിന്തിക്കുന്നുണ്ട്. ബ്രഹ്മദേവൻ ചിന്തിക്കുന്നത് തന്റെ സേവയെക്കുറിച്ചാണ്. തനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള സേവയെക്കുറിച്ച് ചിന്തിക്കുന്നു. ആ സമയത്ത് കാണുന്നത് ഭഗവാന്റെ നാഭിയിലുള്ള പത്മത്തെ കാണുന്നു. ബ്രഹ്മദേവൻ തന്നെ കാണുന്നു, ബ്രഹ്മദേവനെ തന്നെ കാണുന്നു. ചുറ്റും പ്രളയജലം കാണുന്നു. അതേപോലെ തന്നെ വരണ്ട വായുവും ആകാശവും ഒക്കെ കാണുന്നത്. ഇതൊരു ചെറിയ ശ്ലോകമാണ്. ഇത് 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ മുൻപത്തെ ശ്ലോകങ്ങൾ എല്ലാം ഇത് പറഞ്ഞതേ ഉള്ളൂ. 32ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മദേവനെ ബ്രഹ്മദേവൻ കാണുമ്പോൾ ശ്രീഹരിയായിട്ടാണ് കാണുന്നത്. അതേപോലെ ആ രൂപത്തെ ശ്രീഹരിയാണെന്ന് മനസ്സിലാക്കുന്നു. ഇതേ കണക്ക് അനന്തശായിയായി കിടക്കുന്ന അനന്തപത്മനാഭനെ കണ്ടപ്പോൾ ബ്രഹ്മദേവനെ ശ്രീഹരിയാണെന്ന് മനസ്സിലാക്കുന്നു. അതാണ് 35ാമത്തെ ശ്ലോകത്തിലെ എന്തെന്ന് പറഞ്ഞ ചെറിയ ഉള്ളടക്കേ ഉള്ളൂ. അതേപോലെ മറ്റുള്ള ദേവന്മാർക്ക് പോലും ഈ ഭഗവാനെ സമീപിക്കാൻ അല്ലെങ്കിൽ അടുത്തേക്ക് എത്താൻ പോലും സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കുന്നു. 32ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ അങ്ങനെ ദർശിച്ചത് ബ്രഹ്മദേവന് തന്റെ സേവയെക്കുറിച്ച്, തന്റെ കർത്തവ്യത്തെക്കുറിച്ചെല്ലാം ഓർമ്മ വരുന്നു, ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭഗവാന്റെ നാഭിയിൽ നടത്തില് താമരയും ഭഗവാൻ ബ്രഹ്മദേവനെ തന്നെയും, അതുപോലെ തന്നെ പ്രളയജലവും ഭഗവാൻ കിടക്കുന്ന പ്രളയജലവും ആകാശവും വരണ്ട ആകാശവും എല്ലാ അദ്ദേഹത്തിനും കാണാൻ കഴിഞ്ഞു. ആകാശവും വരണ്ട വായുവും ആകാശവും എല്ലാം കാണാൻ കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ഇത്രയേ ഉള്ളൂ എനിക്ക് മനസ്സിലായി.